ഈ കൂട്ടത്തെ പറ്റി എന്താ പറയാനുള്ളത്, ഈ ആർട്ടിസ്റ്റിന്റെ കൂട്ടത്തിൽ? നല്ലതാണല്ലോ. നല്ല നമ്മളത് ഇതൊരു ഭാരമായിട്ട് നമ്മള് പ്രശ്നം പറഞ്ഞേ. ലൊക്കേഷൻസ് ഒക്കെ എപ്പോഴും നമുക്ക് ഒന്നാം സിനിമ എല്ലാവർക്കും ഇഷ്ടമുള്ള മേഖലയാണ്. നമുക്ക് ബാക്കിയുള്ള ജോലി പോലല്ല, നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ഉള്ള സ്ഥലമാണ് അല്ലേ. ചിലപ്പോ ടൈം കൃത്യമായിട്ടില്ലാത്ത ജോലിയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ട് സിനിമ ഇഷ്ടപ്പെടാതെ നമുക്കവിടെ പ്രൊഡക്ഷനിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അറിയാലോ നിങ്ങൾക്ക്. നമുക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് വൃത്തിയായിട്ട് ഒരു സമയമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്. 9 to 5 ഒന്നുമല്ലല്ലോ. അപ്പൊ നമ്മളവിടെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുമ്പോ അതിന്റെ സീരിയസ്നെസ്സിൽ അഭിനയിക്കുകയും അല്ലാത്തപ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മള് എൻജോയ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എല്ലായിടത്തും ചിലപ്പോ ചില ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരാണ്. നമ്മളൊക്കെ ഭയങ്കര സീനിയറും ഒക്കെ ആൾക്കാരുണ്ട്. ചില ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ചില ആൾക്കാർക്കൊന്നും നമ്മൾ പറയുമ്പോൾ അതും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. തിരിച്ച് അവരും പറയുമ്പോൾ നമ്മള് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ സെറ്റിലൊക്കെ നമ്മൾ അതുപോലെ ഇരിക്കും. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യും. നമ്മളെന്തെങ്കിലുമൊക്കെ ഞാനെപ്പോഴും ഹാപ്പി ആയിരിക്കും പേഴ്സണലി. ഇതുപോലെ ഇത്രയും നമ്മൾ എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ ചില സെറ്റുകളൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഡയറക്ടർ ഇപ്പൊ വലിയ ജോഷ് സാറിന്റെ ഒക്കെ പടത്തിലൊക്കെ സാറിനോട് പോയി റിതേഷിനോട് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ല സാറിനോടൊക്കെ.